പത്തനാപുരം താലൂക്കിലെ പുനരധിവാസ കേന്ദ്രം തഹസീൽദാരുടെ നേതൃത്വത്തിൽ താമസയോഗ്യമാക്കി. 1992 വെള്ളപ്പൊക്കത്തോടനുബന്ധിച്ചാണ് താലൂക്കിന്റെ നിയന്ത്രണത്തിലുള്ള ദുരിതാശ്വാസ കേന്ദ്രം ഇളമ്പലിൽ വിളക്കുടി വില്ലേജ് ഓഫീസിന് സമീപത്തായി ആരംഭിച്ചത്. 1 ഏക്കർ സ്ഥലത്ത് പുനരധിവാസത്തിനായി കെട്ടിടങ്ങളും അനുബന്ധ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നത് കാട് കയറി നശിച്ച നിലയിലായിരുന്നു. കഴിഞ്ഞ പത്തനാപുരം താലൂക്ക് വികസന സമിതി യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം SC സഞ്ജയ് ഖാൻ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നവീകരണ പ്രവർത്തനം ആരംഭിച്ചതെന്ന് സഞ്ജയ് ഖാൻ അറിയിച്ചു. ഈ പുനരധിവാസ കേന്ദ്രം അന്ന് നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും അതിനുശേഷം ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ തുറന്നു കൊടുക്കുവാൻ അധികൃതർ തയ്യാറായിരുന്നില്ല. അത് നശിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഈ ആവശ്യം ഞാൻ ഉന്നയിക്കുകയും ബഹുമാനായ തഹസീൽദാർ അതിന് അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന് നമുക്ക് ഉറപ്പു തരികയും ചെയ്തതാണ്. ഇനി ഒരു കാലവർഷക്കെടുതി ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കെ അടിയന്തരമായി പുനരധിവാസ കേന്ദ്രം തുറന്നു പ്രവർത്തിപ്പിക്കുന്നതിനും അത് മെയിന്റനൻസ് നടത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അടിയന്തരമായി പുനരധിവാസ കേന്ദ്രം താമസയോഗ്യമാക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ തീരുമാനമെടുക്കുകയും അതിനായി തഹസീൽദാർ വിളക്കുടി വില്ലേജ് ഓഫീസർ മണികുമാറിനെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. തുടർന്നാണ് നവീകരണ പ്രവർത്തനം ആരംഭിച്ചത്. 80% നവീകരണം പൂർത്തിയായതായും തിങ്കളാഴ്ച മുതൽ പുനരധിവാസ കേന്ദ്രത്തിൽ അന്തേവാസികളെ പാർപ്പിക്കാൻ കഴിയുമെന്നും പത്തനാപുരം തഹസീൽദാർ S ലംബോദരൻ പിള്ള അറിയിച്ചു. വിളക്കുടി വില്ലേജ് ഓഫീസിന് സമീപമുള്ള പുനരധിവാസ കേന്ദ്രം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതിന്റെ സംബന്ധിച്ച് തഹസീൽദാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും താലൂക്ക് സമിതി ശക്തമായി ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ സ്ഥലം സന്ദർശിക്കുകയും വില്ലേജ് ഓഫീസർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തു. കാട് കയറി കിടക്കുന്നത് സ്ഥലങ്ങളെല്ലാം ഏറെക്കുറെ വൃത്തിയാക്കിയിരിക്കുകയാണ്. ഇന്നുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങൾ തീരും. അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യം പുതിയ ഇലക്ട്രിസിറ്റി കിട്ടാനുണ്ട്. അത് കിട്ടുന്നതിനും മറ്റുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്നതിന് ഉടനെ നടത്തുന്നതായിരിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ.